എന്തൊക്കെയാ അതെന്തൊക്കെയാണ് ആ കറിയിലുള്ളതെന്നൊക്കെ പറയുവാണെങ്കിൽ വേവാത്ത ചക്കക്കുരു, മുരിങ്ങാക്കോല്, തക്കാളി, മറ്റേ ചെമ്പല്ലിയുടെ വേവാത്ത ചക്കക്കുരു അല്ല, ചക്കക്കുരു വെന്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ മുരിങ്ങാക്കോല്, തക്കാളി, പച്ചമുളക്, അങ്ങനെയല്ല. പിന്നെ ചെമ്പല്ലിയുടെ തല, ചെമ്പല്ലി തലയാ. ചെമ്പല്ലിനെ വാല് വറുത്തു, തല വെച്ചു, ഇത്രേ ഉള്ളൂ. നല്ല കറിയല്ലേ? നല്ല മീൻകറി. ആ മീൻകറി നിർത്തി നോക്കട്ടെ, കാണിച്ചു തന്നെ. ചക്കക്കുരു ഇട്ട് ചെമ്പല്ലി വെച്ചത് ആദ്യമായിട്ടാണ് ഞാൻ ചുമ്മാ ഒലത്താൻ വേണ്ടി ചക്കക്കുരു ഉണ്ടായി ഒരുക്കിയതാണ്. അപ്പം എനിക്ക് തോന്നി ആദ്യം ചക്കക്കുരു വേവിക്കാം, എന്നാലും ഉണക്കമീൻ ചക്കക്കുരു ഒക്കെ വെക്കൂലേക്കാം, വെക്കുമോ? ഉണക്കമീൻ ചെമ്മീനൊക്കെ ഇട്ട് ചക്കക്കുരു വെക്കൂലേ? അപ്പം എനിക്ക് തോന്നി പച്ചമീനിട്ട് വെച്ചാൽ എന്താ കുഴപ്പമൊന്നും. അപ്പം ഞാൻ ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കെട്ട ചക്കക്കുരു വേവിച്ചു, മുരിങ്ങാക്കോലും ചക്കക്കുരും വേവിച്ചു. അതിനുശേഷം തക്കാളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം വാട്ടി, എന്നിട്ട് വെള്ളമൊഴിച്ച് തിളച്ച് ശരിക്കും ചക്കക്കുരു വെന്ത് കഴിഞ്ഞപ്പോൾ ചെമ്പല്ലിയുടെ മുറിച്ച് ചേർന്ന തലഭാഗം അതിലേക്ക് ഇട്ട് കൊടുത്തു, കുടംപുളി ഇട്ടു. അടിപൊളി സൂപ്പർ കറി. എൻ്റെ ഇക്കാക്ക് ഇപ്പം ഇഷ്ടപ്പെട്ട്, നല്ല ഇഷ്ടപ്പെട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇക്കറിയൊക്കെ കൊള്ളൂലെന്ന്. കറി ഇല്ലെങ്കിൽ പറയും കറിയില്ല, കറി ഉണ്ടെങ്കിൽ പറയും കൊള്ളൂല. എന്താ കഥ?